നമസ്കാരം. ഇന്ന് നമുക്ക് പ്രമേഹ രോഗത്തെക്കുറിച്ച് അറിയാം. നമുക്കെല്ലാവർക്കും അറിയാം, ജീവിതശൈലി രോഗങ്ങളിൽ ഏറ്റവും പ്രധാന വില്ലനാണ് പ്രമേഹം. പ്രമേഹം ഒരു ഏത് പ്രായക്കാരിലും, അതായത് ചെറിയ പ്രായം മുതൽ പ്രായാധിക്യം ഉള്ളവരിൽ തന്നെ വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ജീവിതശൈലി രോഗമാണ്. ഏറ്റവും വില്ലൻ എന്ന് പറയാൻ കാരണം പ്രമേഹം എന്ന രോഗത്തിനോട് അനുബന്ധിച്ചുണ്ടാകുന്ന മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളാണ്. അതായത് പ്രമേഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുക മാത്രമല്ല, പലപ്പോഴും പല രോഗികളും വന്നിട്ട് എൻ്റെ പ്രമേഹം കൺട്രോൾഡ് ആണ്, രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ഇന്ന് നോക്കിയപ്പോൾ 100 ആയിരുന്നു, നാളെ നോക്കിയപ്പോൾ 110 ആവും, ഞാനത് കുറച്ച് കൊണ്ടുവരും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവിൽ വരുന്ന വ്യതിയാനം മറ്റ് ശരീര അവയവങ്ങളുടെ ആരോഗ്യത്തെയും അത് ബാധിക്കുന്നു എന്നുള്ളതാണ്. ദീർഘനാൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ദീർഘാനുബന്ധിയായിട്ടുള്ള പ്രമേഹം ഒട്ടനവധി ഉപദ്രവ രോഗങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് പ്രമേഹത്തിന് ഒരു പ്രധാന ജീവിതശൈലി രോഗത്തിൽ ഏറ്റവും പ്രധാന വില്ലനായി പറയപ്പെടുന്നത്. അതായത് ഒരു പ്രമേഹ രോഗിയുടെ ഹൃദയാരോഗ്യം, പ്രമേഹ രോഗിയുടെ വൃക്കകളുടെ ആരോഗ്യം, പ്രമേഹ രോഗികളുടെ കണ്ണിൻ്റെ ആരോഗ്യം, ദഹന വ്യവസ്ഥയുടെ ആരോഗ്യം, ഇങ്ങനെ ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പ്രമേഹം കാരണമാകുന്നു എന്നുള്ളതാണ്. പ്രമേഹം അതായത് ശാസ്ത്രീയമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ ഉൽപ്പാദനം കുറയുന്നത് കൊണ്ടും ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളുടെ ആരോഗ്യക്ഷമത കുറയുന്നത് കൊണ്ടും ഇൻസുലിനോടുള്ള പ്രതിപ്രവർത്തനം നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വ്യതിയാനം കൊണ്ടാണ് പ്രമേഹ രോഗം പ്രധാനമായും സംഭവിക്കുന്നത്. പ്രമേഹ രോഗത്തിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി ഹിസ്റ്ററി ഓഫ് ഡയബറ്റീസ് ആണ്. ഡയബറ്റീസ് അമ്മയ്ക്കും അച്ഛനും ഉണ്ട് എങ്കിൽ ഒരു 30 വയസ്സ് കഴിയുമ്പോൾ തന്നെ നമുക്ക് പ്രമേഹ ലക്ഷണങ്ങളൊന്നുമില്ല എങ്കിൽ പ്രത്യേകിച്ചും ഒരു റെഗുലർ ചെക്കപ്പ് നടത്തേണ്ടതാണ്. പ്രമേഹ രോഗമുണ്ടോ എന്നുള്ളത് നമ്മൾ റൂൾ ഔട്ട് ചെയ്യേണ്ടതാണ്. വളരെ ഏർലി ഡയഗ്നോസിസ് ചെയ്യുന്നത് പിന്നീടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇന്ന് നമ്മുടെ ആരോഗ്യ മേഖല അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, അതായത് ജീവിതശൈലി രോഗങ്ങളുടെ ബാഹുല്യം എന്ന് പറയുന്നത്. പ്രമേഹ രോഗി അവൻ്റെ ജീവിതകാലം മുഴുവൻ ഒട്ടനവധി സാമ്പത്തിക ആയിട്ട് പ്രമേഹ രോഗ നിയന്ത്രണത്തിന് ചിലവാക്കേണ്ടി വരുന്നുണ്ട്. ഇന്ന് പല പദ്ധതികൾ വഴിയും ആരോഗ്യരംഗത്ത് സർക്കാർ തലത്തിൽ പ്രമേഹ രോഗ നിയന്ത്രണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ആയുർവേദത്തിൽ പ്രമേഹത്തെ നമ്മൾ സാധാരണ 20 തരം പ്രമേഹമുണ്ട് എന്നുള്ളതാണ് ആയുർവേദത്തിൽ പ്രമേഹത്തിനെ കുറിച്ച് പറയുന്നത്. സാധാരണ നമ്മുടെ അടുത്ത് വരുന്ന രോഗികളിൽ പ്രമേഹ രോഗി മിക്കവാറും പ്രീ ഡയഗ്നോസ്ഡ് ആയിട്ടായിരിക്കും വരുന്നത്. പ്രത്യേകിച്ചും പുരുഷ ജനങ്ങളിൽ. സ്ത്രീകളിൽ പലപ്പോഴും മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുള്ളപ്പോൾ രക്തപരിശോധനയിലൂടെയാണ് ഡയബറ്റീസ് ഉണ്ട് എന്ന് നമ്മൾ അറിയുന്നത്. പ്രമേഹ രോഗം ആദ്യമായി ഡയഗ്നോസ് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നിലധികം ലാബിൽ, ഒരു 3 ലാബിലെങ്കിലും കൺസിക്യൂട്ടീവായിട്ട് ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്. അതിന് ചികിത്സയിൽ പ്രധാനമായും 3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നായത് ആഹാര ക്രമീകരണം, അതിനോടൊപ്പം തന്നെ ചികിത്സ, ജീവിതശൈലി ക്രമീകരണവും. ആയുർവേദത്തിൽ പ്രമേഹത്തിന് നമ്മൾ കൊടുക്കുന്ന ഔഷധങ്ങളിൽ എല്ലാം തന്നെ ചേർക്കുന്ന ചേരുവകളിലെല്ലാം പ്രമേഹ അനുബന്ധ രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് സഹായകമാണ്. പ്രധാനമായും പ്രമേഹത്തിന് ഉപയോഗിക്കുന്ന ഔഷധങ്ങളുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നെല്ലിക്ക, മഞ്ഞൾ, ചെറുള, പാച്ചുവറ്റി ഇവയൊക്കെ തന്നെ നമ്മുടെ വൃക്കകളുടെ ആരോഗ്യം നിയന്ത്രിക്കുന്നതിനും അതിനോടൊപ്പം തന്നെ കണ്ണുകളുടെ ആരോഗ്യം നിയന്ത്രിക്കുന്നതിന് ത്രിഫല, കടുക്ക, നെല്ലിക്ക, താന്നിക്ക, ഇത് 3ഉം ചേർന്ന ചൂർണവും സ്ഥിരം കഴിക്കുന്നതിന് പ്രമേഹ രോഗികളെ നിർദ്ദേശിക്കാറുണ്ട്. അടിക്കടിയുള്ള, അതായത് കൃത്യമായ ഇടവേളകളിലുള്ള വൃക്കകളുടെ ആരോഗ്യ പരിശോധന, കണ്ണുകളുടെ ആരോഗ്യ പരിശോധനയും പെരിഫറൽ ന്യൂറൈറ്റിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനെയും പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഏറ്റവും നമ്മുടെ എക്സ്ട്രിമിറ്റീസിലേക്കുള്ള രക്തക്കുഴലുകളുടെയും ഞരമ്പുകളുടെയും ആരോഗ്യത്തെ ദീർഘകാലമായി നിൽക്കുന്ന പ്രമേഹം ബാധിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് പുകച്ചിൽ, തരിപ്പ് എന്നീ ലക്ഷണങ്ങളുമായി പ്രമേഹ രോഗികൾ ഒട്ടനവധി പേര് വരാറുണ്ട്. അത്തരം ആൾക്കാരിൽ നമ്മൾ പിണ്ടതൈലം പോലുള്ള തൈലം സ്ഥിരമായിട്ട് നമ്മൾ പുറമേ പുരട്ടുന്നതിനും അതൊരു ജീവിതശൈലിയുടെ ഭാഗം തന്നെ ആക്കുന്നതിനും നിർദ്ദേശിക്കാറുണ്ട്. അതിനോടൊപ്പം തന്നെ ത്രിഫല ചൂർണ്ണം ഉള്ളിൽ കഴിക്കുന്നതും പെരിഫറൽ ന്യൂറൈറ്റിസ് കൺട്രോൾ ചെയ്യുന്നതിന് സഹായിക്കും. പ്രമേഹ രോഗികളിൽ അനുബന്ധ
രോഗങ്ങളുടെ ശ്രദ്ധയാണ് ഏറ്റവും അധികം വേണ്ടത്. വ്യായാമത്തിനും പ്രമേഹത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട്. പ്രമേഹം വരാൻ സാധ്യത ഉള്ള പാരമ്പര്യ ഘടകമുള്ളവർ കൃത്യമായ സമയത്ത് രോഗനിർണയം നടത്തി ചികിത്സിക്കുകയാണെങ്കിലും അനുബന്ധ രോഗങ്ങളെ കൃത്യമായി നമ്മൾ ഇടപെടുകയുമാണെങ്കിൽ പ്രമേഹവും അതിനോടനുബന്ധിച്ചുള്ള മറ്റാരോഗ്യ പ്രശ്നങ്ങളും നമുക്ക് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കും.